എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ എംപിയിൽ നിന്നും ഇപ്പോൾ ജമ്മുവിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ജേണിയാണ് കാണിക്കുന്നത്. ഞാൻ എംപിയിൽ നിന്ന് പോന്നു. സ്റ്റാർട്ടിങ് ലവ്കുശ് നഗറിലായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ എനിക്ക് കാണിച്ചു തരണം തോന്നിയിരുന്നു. കാരണം അവിടെ വെച്ചെടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇങ്ങനെ ഈ നാൽക്കാലികൾ ഏത് സമയവും റൂട്ടിലായിരിക്കും. അതുകൊണ്ട് അവിടെ അത്തരം നീറ്റ്നെസ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ദൂരം ആ ലവ്കുശ് നഗർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ NH കടക്കുമ്പോഴൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജേണി കഴിഞ്ഞ് ഞങ്ങളിനി എത്തുന്നത് ഝാൻസിയിലാണ്. ഝാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്, നമ്മുടെ വിജയലക്ഷ്മി പായ്. അപ്പോൾ നമ്മളവിടെ വണ്ടിയിൽ തന്നെ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ട്രെയിൻ വരേണ്ട ടൈം 1:30-ക്കാണ്. അപ്പോൾ ആ ട്രെയിൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു 1.5-2 മണിക്കൂർ മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ വന്ന് ലഗേജൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ജമ്മുവിലാണ്. അപ്പോൾ ജമ്മുവിൻ്റെ ഏകദേശം ബോർഡർ എത്തിയെന്ന് എനിക്ക് തോന്നി. പിന്നെ എസ്പെഷ്യലി ഈ പീരങ്കി കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ജമ്മു എത്തിയിട്ടുണ്ടെന്ന്. പിന്നെ അവിടെ ചെന്ന് ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ സിമ്മിലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതായത് പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും. അപ്പോൾ എൻ്റെ പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഡിഫറൻസ് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും കോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ BSF ഓഫീസേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്നവരാണ് അവരെ ഫേസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇവർ എന്നെ കൊണ്ടുവരാൻ വരുന്ന വ്യക്തിയുടെ വരെ വെയിറ്റ് ചെയ്ത് അവരും കൂടെ നിന്നിരുന്നു. അവർ കാരണം കൊണ്ടാണ് എനിക്കവരെ കോൺടാക്ട് ചെയ്യാനും പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാറിൽ കയറി. പിന്നെ പോകുന്ന വഴിയിൽ ഫുള്ള് ഈ ആർമി ഓഫീസേഴ്സിൻ്റെ ഇതുപോലെയുള്ള വലിയ വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് വരുന്ന വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പോകുന്ന പ്ലേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ഹില്ലുണ്ട്. അത് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, എസ്പെഷ്യലി അവിടെ സ്നോഫാളൊക്കെ വീണിട്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ പോകുന്നത് അതിൻ്റെ ഏകദേശം ക്ലോസ് ആണെന്ന്. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് കാണാൻ പറ്റും. ലാസ്റ്റ് ഒരു ഹില്ല് ഫുള്ളായിട്ട് സ്നോ കൊണ്ട് മൂടിയിരിക്കുന്നത്. പക്ഷേ അത് കൂടുതലും സംഭവിക്കുന്നത് വിൻ്റർ സീസണിലാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ സമ്മറായി കൊണ്ടിരിക്കുന്നു. ആ സമയത്തും അവിടെ ചെറുതായിട്ട് സ്നോ ഉണ്ട്. അപ്പം കാണാൻ വളരെ സുന്ദരമാണ്. പക്ഷെ നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഇതിപ്പോൾ ഫോണിലായതുകൊണ്ടാണോന്ന് അറിയില്ല, ഇതിൽ അത്രയും ബ്യൂട്ടിഫുള്ളായി തോന്നുന്നില്ല. എല്ലാ വീഡിയോസും ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ മാക്സിമം അതിൻ്റെ ബ്യൂട്ടീസ് ക്യാപ്ചർ ചെയ്യാൻ നോക്കാം.